ഡിയർ ഫ്രണ്ട്സ്, നെഗറ്റീവ് തോട്ടിന് എങ്ങനെ കീഴടങ്ങാതെ ഇരിക്കാമെന്ന വിഷയം സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. പലപ്പോഴും പല കാര്യങ്ങളും പല വിഷമങ്ങളും വരുമ്പോഴേക്കും പലരും പറയുന്ന കാര്യങ്ങളാണിത്. ഞാൻ നല്ല വ്യക്തിയാവണം എന്ന് നിശ്ചയിച്ച് ഇനി ഒരിക്കലും വേണ്ടത് ചിന്തിക്കില്ല, പറയില്ല എന്ന തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ അതിനെയൊക്കെ മാറ്റിമറിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വരും. അല്ലെങ്കിൽ എന്നെ മോശമാക്കി സംസാരിച്ചുകൊണ്ട് ഓരോരുത്തർ പെരുമാറാൻ തുടങ്ങും. അപമാനിച്ചുകൊണ്ട് പെരുമാറുമ്പോൾ, ആളുകളുടെ മുമ്പിൽ വെച്ച് മോശമാക്കി സംസാരിക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന മുറിവ് വലിയ മുറിവാണ്. അത് മനസ്സിന് ഏൽക്കുന്ന മുറിവ് വളരെ വലുതാണ്. അതിനെ മറികടന്ന് പോകേണ്ട സമയമാകുമ്പോൾ അതെന്നെക്കൊണ്ട് പറ്റുമോ, അതിനെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അതെന്നെക്കൊണ്ടാവില്ല എന്ന് തോന്നൽ തുടങ്ങും. വീണ്ടും വീണ്ടും അവമാനിക്കപ്പെട്ട നിമിഷം ഓർമ്മ വരികയാണ് ചെയ്യുക. എങ്ങനെയാണ് അത് മാറ്റുക എന്ന് എനിക്കറിയില്ല. എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഞാൻ എന്ത് ചെയ്യണം? നമ്മളിലൊക്കെ കുട്ടിക്കാലത്ത് കളിക്കുമ്പോൾ, കുട്ടികൾ തമ്മിൽ വഴക്കടിക്കുമ്പോൾ, നമ്മളതൊക്കെ വീട്ടിൽ പോയി അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്. എന്താ പറയുക, ആ കുട്ടി അത്തരം സാഹചര്യത്തിലാണ് വളർന്നത്. ആ വീട്ടിൽ അങ്ങനെയുള്ള സംസാരമാണ് ഉള്ളത്. അത് അവരുടെ സംസ്കാരമാണ്. അതുകൊണ്ടാണ് ആ കുട്ടി നിന്നോട് ഇത്തരത്തിൽ സംസാരിച്ചത്. അത് ഒരു തരത്തിൽ ഒരു വലിയ കൗൺസിലിംഗ് തന്നെയാണ്. ഓരോരുത്തരുടെയും മനസ്സിലെ ചിന്താധാരകളാണ് അങ്ങനെ പുറത്തു വരുന്നത്. അതാണ് ഓരോ വാക്കിലൂടെ, ഓരോ പ്രവൃത്തിയിലൂടെ നമ്മൾ പുറത്ത് കാണുന്നത്. അതുകൊണ്ട് എന്നോട് ഒരാൾ മോശമായി പെരുമാറി എന്നതിന് തന്നെ കാരണങ്ങൾ, നമ്മൾ എന്തൊക്കെ തന്നെ കാരണങ്ങൾ പറഞ്ഞാലും അവരെൻ്റെ ആളുകളാണ്. അതുകൊണ്ട് എനിക്ക് അവരെ ഒഴിവാക്കാൻ പറ്റില്ല. നെഗറ്റീവ് തോട്ട് മാറേണ്ടത് അവരുടെ ആവശ്യമല്ല, നമ്മുടെ ആവശ്യമാണ്. അത്രയും ഉണ്ടാക്കിയ വേദന വളരെ വലുതാണ്. വലിയ വേദനയാണ് അവർ ഉണ്ടാക്കിയ സംസാരമാണ് ഉണ്ടായതെങ്കിൽ പോലും ഒരു കത്ത് നമുക്ക് ഈശ്വരനോട് എഴുതുക, എന്നിട്ട് വായിക്കുക, എന്നിട്ട് ആരും കാണാതെ കത്തിച്ച് കളയുക. അല്ലെങ്കിൽ അത്തരം സാഹചര്യത്തെ പൂർണ്ണമായും ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട്, പൂർണ്ണമായും ക്ഷമിച്ചുകൊണ്ട് ധ്യാനം ചെയ്താൽ ക്രമേണ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഭാരങ്ങൾ, വേദനകൾ കുറയുന്നതായി തോന്നാം. അവരുടെ ആ സാഹചര്യത്തിൽ നമ്മളായിരുന്നെങ്കിലോ, നമ്മൾ എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലെ വേദനകൾ കുറയാൻ തുടങ്ങും. വീണ്ടും വീണ്ടും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാതിരിക്കുക. എന്നാൽ വേദനിക്കുന്ന ചിന്തകൾ മനസ്സിൽ വന്നാലോ, മറ്റേതെങ്കിലും നല്ല സുഖമുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടത്തി കൊണ്ടുവരിക. ക്രമേണ മനസ്സ് ശാന്തമായിരിക്കുന്നത് കാണാം.